നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. യെസ്. അനസ് സാർ ഓക്കെ? യെസ്, ഓക്കെ സാർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യെസ്, ഓഡിബിളാണ്. താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമന്റ്, ഇത്ര ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് ഒരാളുടെ ജീവിതം വരെ മാറ്റിമറിക്കുവാൻ ഈ ലോകത്തിന് ശക്തിയുണ്ട്. ഇതാണ് ഡിജിറ്റൽ വേൾഡ്. ശക്തിയുള്ളത്, പക്ഷേ ഉത്തരവാദിത്വവും അത്ര തന്നെ അറിയിക്കുന്നതും വേണ്ടതുമാണ്. എൻ്റെ പേര് ജേക്കബ് തോമസ്, സ്വദേശം തിരുവല്ല. ഞാൻ മസ്കറ്റിൽ ഒരു മാനേജ്മെന്റ് പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു. കൂടാതെ സൈക്കോളജി താല്പര്യമുള്ളതുകൊണ്ട് അതും പഠിക്കുന്നു. ട്രെയിൻ ദി ട്രെയിനേഴ്സ് കോഴ്സിലെ 22nd ബാച്ച് സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ ടോക്കിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരാണ് അവതാരകരായി എത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഡിജിറ്റൽ എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനസ് സാറാണ്. അദ്ദേഹം നാട്ടിൽ കൊല്ലം, ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയില്. കൂടാതെ അദ്ദേഹം ഒരു സൈക്കോളജി കൗൺസിലറാണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്, പബ്ലിക് സ്പീക്കറാണ്. അങ്ങനെ പോകുന്നു. അനസ് സാറിനെയും പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഡിജിറ്റലി സ്മാർട്ടായ മാത്രം മതിയോ, അതോ അതിന്റെ പിന്നിൽ എത്തിക്സും കൂടെ ഫോളോ ചെയ്യണ്ടേ എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി, വളരെ ഡീപ്പായി സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട അനസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു സർ. ഓവർ ടു യു. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിവൺ. ഓഡിബിൾ ഗുഡ് അല്ലേ? ഈവനിങ്. താങ്ക് യു അതെ അതെ, ജേക്കബ് സാർ, വളരെ നല്ലൊരു ഇൻട്രോ നൽകിയതിന്. താങ്ക് യു സർ. അപ്പം നമ്മുടെ ടോപ്പിക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു സാധാരണ വെബിനാർ പോലെ നിങ്ങൾ എല്ലാവരും കാണരുത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിനെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു അവയർനെസ് ആവേണ്ടതായ ആവശ്യമാണ്, അല്ലെ? പല മേഖലകളിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലോ അല്ലാതെയോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലുമായിട്ട് ഒരു എത്തിക്സ് പരമായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇതൊരു ചർച്ചയായിട്ട് വേണം എല്ലാവരും കാണാൻ. എല്ലാവരും റെഡിയല്ലേ? ഇതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാത്തവരുമുണ്ട്. ഈ കൂട്ടത്തില് ഇന്ന് ഇവിടെ ജോയിൻ ആയിട്ടുള്ള എല്ലാവരും മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റവു സാർ കേൾക്കുന്നുണ്ടോ പറയുന്നത്? റവു സാർ ബിസിയാണോ, ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? കേൾക്കാം അനസ് സാർ, കേൾക്കാം. താങ്ക് യു. ആ, സാറിനെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും. അതേപോലെ ഫൗസിയ, മരീന, റാണി വിനോദ്, റഷീദ, സജ്ന, സനീഷ്, ഷാക്കി എസ്, അതേപോലെ തന്നെ ഷാക്കി ഇസഡ്. ഓക്കെ, ഈ സൂം യൂസർ ആരാണെന്ന് പറയാവോ? ഗുഡ് സൂം ഈവനിങ് ഓൾ. യൂസർ. അത് ഗുഡ് ഞാൻ ഈവനിങ്. ഹംസ, ഖത്തറിൽ നിന്നാണ് കേട്ടാ. ഹംസ അല്ലേ? ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്യാണ്, അപ്പൊ അത് ആ, കാരണമാണ് ഓക്കെ. ഹംസ സാർ കുഴപ്പമൊന്നുമില്ല. എന്നാലും സാറിന് വോയിസിന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാമല്ലോ. അതെ, വോയിസിൽ ഇന്ററാക്ട് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് എന്തായാലും സെഷനിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ കൂട്ടത്തിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് ആത്മഹത്യ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ആ ന്യൂസ് കേൾക്കാത്തതായിട്ട് ആരുമില്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? മൈക്ക് Yes. ഓപ്പൺ ആക്കിയിട്ട് ഓക്കെ. പറഞ്ഞോളൂ. ഓക്കെ യെസ് ഓക്കെ യെസ്, അല്ലേ? കേട്ടിട്ടുണ്ട്. ഒരുപാട് ഓക്കെ. റീൽസും ഉണ്ട് അതിന്റെ പിന്നാലെ. ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സത്യത്തില്
ഒരു യുവാവ് സൂയിസൈഡ് ചെയ്യാനുള്ള കാരണത്തിൽ മെയിൻ കാരണം എന്താണ്? ആരാണ്? ആരാണ്? പറഞ്ഞോ. നമ്മളെല്ലാവരും ആരാണ്? കാരണക്കാരാണ് അനസർ. യെസ്, അർച്ചന മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും അല്ലേ, ആ ഒരു യുവതി മാത്രമല്ല. ഈ ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ പറയാം, ഈ ഒരു സെഷനിൽ നമ്മൾ ഒരാളെയും നമ്മൾ വ്യക്തിഗത ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക അല്ലെ സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മൾ കടക്കുന്നില്ല. ഒരാളെയും നമ്മൾ വ്യക്തിഗത ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതേപോലെ തന്നെ അതിനൊരു ഡാർക്ക് സൈഡും ഉണ്ട്. ഈ ഒരു സൈഡ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ഇതേപോലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ചിലപ്പം ഇന്ന് ഇൻട്രോയിൽ ജേക്കബ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലിക്കിന് പോലും ഒരു ലൈക്കിന് പോലും വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രാധാന്യം നമുക്ക് പോലും നമ്മൾ വില കൽപ്പിക്കാന്നില്ല എങ്കിൽ പക്ഷെ മറ്റുള്ളവരിൽ അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഡിസിഷൻ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയുടെ ന്യൂസ് വായിച്ചതിന് ശേഷം താഴെ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമ്മുടെ മാത്രം ചിന്താഗതിയിലുള്ള കാര്യങ്ങളാണോ, അത് സമൂഹത്തിന് ശരിയാണോ, എനിക്കിവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആലോചിച്ചിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. ഇതിനകത്ത് എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ടും ബോധം ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് ഇപ്പം ഈ കാണുന്നത്. ഈ ഒരു ന്യൂസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു യുവാവ് സൂസൈഡ് ചെയ്തതെന്ന്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിൻ്റെ ഇൻസിഡന്റ് ഉണ്ടായി എങ്കിൽ അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് ലീഗലി പോകേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വീഡിയോ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. ആ വീഡിയോ പ്രചരിപ്പിച്ചതിന് ശേഷം തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത് സോഷ്യൽ മീഡിയകളെല്ലാം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയ വഴികളിലെല്ലാം ഇന്ന് എല്ലാവരും റീൽസ് വഴി എല്ലാവരും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എത്ര ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം ഇതിനെപ്പറ്റി ഒരു ചർച്ച കാണും? അതെ. ഒരാഴ്ച 2 ദിവസം? അടുത്ത കൂടി വാർത്ത കിട്ടുന്നവരെ. അടുത്ത വാർത്ത അടുത്ത കിട്ടുന്നവരെ വാർത്ത. അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്, ഏതെങ്കിലും ഒരു ന്യൂസ് ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഇതെല്ലാവരും മറക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കാര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്താൽ പോരെ? അതെ അതെ. അല്ലേ? 14 നമ്മൾ ഇന്ന് 14 ഒരു സമൂഹത്തിൽ വയസ്സായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ പെട്ടെന്ന് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? എന്തായിരിക്കും സാധാരണ ചെയ്തു വരുന്നത്? വേറൊരു ന്യൂസ് കൊണ്ടുവന്നിടും. അതിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് രാഷ്ട്രീയ രംഗത്താണ്. ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളൊന്നും ഇവിടെ പേരെടുത്ത് പറയത്തതുമില്ല. പക്ഷെ നമ്മളെല്ലാവരും പല മത സാംസ്കാരിക സാമുദായിക സംഘടനകളിൽ വിശ്വസിക്കുന്നുണ്ട്, രാഷ്ട്രീയ സംഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മതവും ഞാൻ വിശ്വസിക്കുന്ന സാംസ്കാരികവും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് ശരി, അല്ലെ അതിനെ മാത്രം മുൻനിർത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ ആരെയൊക്കെ അത് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടുണ്ടോ? ഇന്നലത്തെ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി മാത്രം ചോദിക്കുകയാണെങ്കിൽ ജേക്കബ് സാർ ആ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചാലും സാറ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് നോക്കി, അന്നേരം ചെറുതായിട്ട്. സമയം കിട്ടി. അതെ അതെ. ആ ഓക്കെ. അപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് സത്യത്തിൽ അവിടെ നടക്കേണ്ടത്? ഇതൊരു ചർച്ച പോലുള്ള രീതിയിൽ മാത്രമായിട്ട് വേണം നമ്മൾ കാണാൻ. അതായത് അല്ലാതെ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ആ ഒരു ഇൻസിഡന്റ് മുൻനിർത്തി പറയണ്ട, സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു കേസ് നമുക്ക് വരുവാണ്, നമുക്കിപ്പം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മറ്റേത് ജെൻഡർ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മോശപ്പെട്ട രീതിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ സമൂഹത്തിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് അല്ലേ? ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണ്? എല്ലാവരും ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടാണോ? കണ്ടാണോ? അർച്ചന മാം കണ്ടാണോ? കണ്ടതാ. പൃഥ്വിരാജിന്റെ ആ. കണ്ടതാണ് ഓക്കെ. കണ്ടതാണ്. ഓക്കെ. ആ സിനിമയില് കാണിക്കുന്ന ഓരോ സീനും ആ കോടതി മുറിയിൽ ചർച്ച ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസും നമ്മളിലേക്ക് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിനിമയിലൂടെ തന്നെ സിനിമയെ പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സിനിമ അനുകരിക്കണമെന്നല്ല, പക്ഷെ പല കാര്യങ്ങളും
എന്താണോ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കുന്നത് അത് പല സിനിമ ഷോർട്സ് റീൽസ് വഴിയൊക്കെ നമുക്ക് ഇന്ന് സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു സിനിമ കൂടെ ഞാൻ പറയാം. സിനിമയുടെ പേര് വികൃതി എന്നാണ്. കണ്ടിട്ടുണ്ടോ വികൃതി എന്ന് പറയുന്ന ഒരു സിനിമ? സുരാജ് വെഞ്ഞാറമൂട് അതേപോലെ തന്നെ സൗബിൻ ആക്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിനകത്ത് ഒരു സാധാരണ ഒരു ഊമയും ബധിരയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തോന്നുന്നു അതിനകത്ത് ആക്ട് ചെയ്യുന്ന സുരാജ്. ഒരു സിറ്റുവേഷനിൽ വളരെ ക്ഷീണിതമായിട്ട് ഒരു ട്രെയിനകത്ത് കിടക്കുകയും ആ ട്രെയിനകത്ത് കിടക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ കാണുന്നത്, സൗബിൻ കാണുന്നത് ഒരു വെള്ളം അടിച്ചിട്ട് ആ ഒരു രീതിയാന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ആ സിറ്റുവേഷനിൽ ആ മുന്നോട്ടുള്ള ലൈഫിൽ അവർക്ക് എല്ലാവർക്കും അറിയാം ഈ സുരാജ് വെള്ളം അടിക്കുന്ന ഒരാളല്ല, മദ്യപിക്കുന്ന ഒരാളല്ല എന്നറിയാം. പക്ഷെ പിന്നീട് അവരനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഫാമിലി ഉൾപ്പെടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതിനകത്തൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇന്നും ഒരു കൂട്ടം ആൾക്കാർ വേറെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വഴി എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വലിയ ആളായി തീരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തിനാ ഇവരൊക്കെ ഇത് ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്നത്? അവർക്ക് വേണ്ടത് എന്താണ്? ക്യാഷ്. ഹൈപ്പ്. ക്യാഷ്, ഹൈപ്പ്. ആ, അത് തന്നെ ഹൈപ്പ്. അതായത് സമൂഹത്തിൽ എങ്ങനെയെങ്കിലും നാലാളുടെ മുന്നിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം. പെട്ടെന്ന് റീൽസ് വഴിയോ ഏതെങ്കിലും രീതി വഴിയോ ഫോളോവേഴ്സ് കൂട്ടണം, അല്ലേ? അത് ഏത് രീതിയിലാണ് എന്നല്ല. ഇപ്പൊ നമ്മൾ ഓരോ ആൾക്കാരെയും നമ്മൾ ഉദാഹരണം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ അവരുടെ കഴിവുകൊണ്ടാണോ മുന്നോട്ട് വന്നിട്ടുള്ളത്? അല്ല. അല്ല. അലിൻ ജോസ് പെരേര ഒരു ഉദാഹരണം. എന്ത് പോസിറ്റീവ് ഉണ്ട്? ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള കഴിവ് തെളിയിച്ചിട്ടാണോ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ ഫേമസ് ആയിട്ടുള്ളത്? ഇത്രയേറെ ആൾക്കാർ ഇവിടെ പുറമെ കഷ്ടപ്പെട്ട് അവരുടെ കഴിവുകൾ, സ്കില്ലുകളൊക്കെ കുറേയേറെ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചിട്ട് പോലും ജീവിതത്തിലേക്ക് സക്സസ് ആയി മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷേ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് പബ്ലിസിറ്റി വഴി പല ആൾക്കാരും സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് മാറുന്നു. ഇതിന്റെയൊക്കെ യുക്തി എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ അല്ലേ ഇവര് പല ആൾക്കാരെയും വളർത്തുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ ചെയ്യുന്ന ഒരു ലൈക്കിന്റെയോ ഒരു ഷെയറിന്റെയോ പേരിൽ ഇങ്ങനെ ആൾക്കാർ വളരാൻ മുന്നോട്ട് വരുമ്പോൾ ഇവരെന്തായിരിക്കും പിന്നീട് ചിന്തിക്കുന്നത്? ഇനി നെക്സ്റ്റ് സമൂഹത്തിൽ ആരെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നാലാൾ അറിയുന്ന ഒരാളായിട്ട് മാറണം. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തൊട്ട് മുമ്പത്തെ ദിവസം വരെ വളരെ കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ളായിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പൊടുന്നനെ 10K വരെ കൂടി. അപ്പൊ ഈ ആൾക്കാർ ആരൊക്കെയാണ്? ഇത്രയും ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ചിന്താഗതി എന്താണ്? അപ്പൊ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഈ ഫോളോവേഴ്സിനെ വേണ്ടത്. അതിന് അവർ ഏത് രീതിയും ഉപയോഗിക്കും എന്നുള്ളൊരു മാർഗമാണ് ഇന്നത്തെ ഈ ഒരു ഇൻസിഡന്റ് വഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ റോസ് സാർ? ആണ് സർ. യെസ്. അപ്പം നമ്മൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു ഇതിൽ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഒന്നാമത്തത് വേറൊരു ഇൻസിഡന്റ് പറയാം. കഴിഞ്ഞ ദിവസം നമുക്ക് സ്കൂളിൽ യുവജനോത്സവമൊക്കെ ആയിരുന്നു, കലോത്സവത്തിനൊക്കെ കുറേ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവരുടെ ഒരുപാട് എഫർട്ടുകളൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക് അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അവരെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അതെ അതെ, ശ്രദ്ധിച്ചിരുന്നു. അർച്ചന മാം ശ്രദ്ധിച്ചായിരുന്നു അല്ലേ? അർച്ചന മാമിന് എന്തോ തോന്നി? അല്ല, ആ പെൺകുട്ടി പ്രതികരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതിനും ഒരു രണ്ട് വശം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നതിന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ട് ഉണ്ട് ഉണ്ട്. വശത്തെ കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നോ നമ്മൾ അന്വേഷിക്കാറില്ല. ഇപ്പുറത്തെ ഒരാൾ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഭാഗത്തേക്ക് പോകും. ഓക്കെ. അപ്പോ നമ്മൾ അപ്പോഴേക്കും സ്പോണ്ടേനിയസ് ആയിട്ട് വിധികർത്താക്കളാവുകയാണ് പലപ്പോഴും. ആ ഒരു ടെൻഡൻസിയാണ് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ കുട്ടി കരയുമ്പോഴും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മേ ബി ഷീസ് റൈറ്റ്. പക്ഷെ അങ്ങനെ നമുക്കൊരു റൈറ്റ് ആൻഡ് റോങ് അവിടെ കൽപ്പിക്കാനുള്ള ഒരു ശരിക്കും നമുക്ക് അതിനുള്ള അധികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അതേപോലെ ഇതാണ് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പോലീസുകാരൻ തൊട്ട് ഫ്രണ്ടിൽ വന്ന ഒരു കാറിനെ പാർക്കിംഗ് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നു.
അങ്ങനെ അച്ഛനെയും അമ്മയെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയ കേസ് വെച്ചിട്ട് ആ പോലീസുകാരനെതിരെ നല്ല രീതിയിലുള്ള ഷൗട്ട് ചെയ്യുകയും വലിയ ആക്ഷൻ എടുക്കാൻ വരെ സമൂഹ മാധ്യമങ്ങളിൽ ജസ്റ്റ് ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് അതങ്ങ് വൈറലായിട്ട് എല്ലാ ആൾക്കാരും ആ പോലീസുകാരനെ കുറ്റം പറയുക. പക്ഷെ നെക്സ്റ്റ് ഡേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഏരിയയിലെ വേറൊരു CCTV, ഒരു ഷോപ്പിലെ CCTV എടുത്തിട്ട് തിരിച്ച് പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നത് മെയിൻ കുറ്റക്കാരൻ ഈ കാറുകാരൻ തന്നെ ആയിരുന്നു. അതായത് 3 മിനിറ്റ് എന്നാണ് മറ്റേ ആൾ പറഞ്ഞത്. ഏകദേശം 20 മിനിറ്റോളം അത്രയും തിരക്കിൽപ്പെട്ട ഒരു സെൻട്രൽ ഏരിയയില് ബസ്സുകളും ആൾക്കാരൊക്കെ കാൽനടക്കാർ യാത്ര ചെയ്യുന്നതും ബസ് കയറാൻ നിൽക്കുന്ന സ്റ്റോപ്പില് മറ്റുള്ളവർക്ക് എല്ലാവർക്കും തടസ്സമാകുന്ന രീതിയിൽ അവിടെ ആ ഒരു കാറ് കൊണ്ടുവന്ന് ഇട്ടതിനെ ചോദ്യം ചെയ്ത പോലീസുകാരൻ ഒരുപാട് പ്രാവശ്യം അയാൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും മനസ്സിലാക്കാതെ ഏറ്റവും അവസാനം അയാൾ അത് പോലീസ് സ്റ്റേഷനിലോട്ട് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ മാത്രമാണ് അയാൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ പോലീസുകാരനെതിരെ ഇട്ടത്. പക്ഷെ ജനങ്ങൾ മൊത്തം അത് ഏറ്റെടുത്ത് പോലീസുകാരനെ കുറ്റപ്പെടുത്തി. ഇതിനെ നമ്മൾ സൈക്കോളജിയിൽ ഒരു കേസ് പറയും. എന്താണെന്ന് വെച്ചാൽ ജനറലൈസേഷൻ, ഡിസ്റ്റോർഷൻസ് ഇൻ ജനറലൈസേഷൻ എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്നറിയില്ല. അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് കരുതുന്ന ഒരു കാറ്റഗറി. നമുക്കറിയാം, ചില ആൾക്കാരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിലുള്ളവർ അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ഇപ്പം പോലീസിനെ സ്വാഭാവികമായിട്ടും ചിലപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർ അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാർ ചിലപ്പോൾ പോലീസുകാർക്ക് ഇഷ്ടമല്ല എങ്കിൽ അവരിതങ്ങ് പബ്ലിസിറ്റി ആക്കിയിട്ട് അയാൾ കാണിച്ചത് പോലീസുകാരെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പബ്ലിസിറ്റി ആക്കും. ഇതെല്ലാത്തിനും 2 വശമുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണും, ശരി കാണും, എല്ലാം കാണും. പക്ഷെ പിന്നീട് ഇത് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ വാർത്ത പുറത്തു വരികയും പിന്നെ അത് ആകുകയും ചെയ്യും. പക്ഷെ അത് പ്രചരിപ്പിക്കാൻ ആരും കാണത്തില്ല. എല്ലാവരും മറ്റേതിന്റെ പുറയിലായിരുന്നു. പക്ഷെ അന്നേരം അവരുടെ വീട്ടുകാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. പല ആൾക്കാരും അത് ജസ്റ്റ് ആ ഒരു രീതിയിലായിരിക്കും കഴിയുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയല്ലേ എന്ന് വിചാരിച്ചിട്ട് കളയും. പക്ഷെ അതുവരെ അവരനുഭവിച്ച മാനസികാവസ്ഥകൾ, മറ്റു കാര്യങ്ങളെല്ലാവരും നമുക്ക് ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് മുന്നോട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇതിനെല്ലാത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് ആണ് മെയിൻ. ഇപ്പൊ തന്നെ ആ കുട്ടിയുടെ കേസ് തന്നെ പറഞ്ഞു. ആ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ആ കുട്ടിയെ പഠിപ്പിക്കണം. ചിലപ്പം ഫെയിൽ ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് ആകാം, അല്ലെങ്കിൽ തേർഡ് ആകാം. പക്ഷെ അതും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മളെല്ലാവരും ഉണ്ടാകണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ജസ്റ്റ് ഇതിനകത്ത് വേണ്ടത്. പക്ഷെ ഇതിനകത്ത് ഇന്നത്തെ ഒരു ജസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പലതിനും അങ്ങനെ ഒരു അവയർനെസ് ഇല്ല എന്ന് തന്നെ ആയിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റി ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അഡിക്ഷൻസ് ഭയങ്കര കൂടുതലാണ് സോഷ്യൽ മീഡിയ വെച്ചിട്ട്. അതായത് നമ്മൾ ഓരോ ആപ്പുകൾ യൂസ് ചെയ്യുകയും, ഇപ്പം ഞാൻ തന്നെ ഇവിടെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ പ്രൈവസി കൺസേൺസ് ഉണ്ട്. നമ്മുടെ പ്രൈവസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിലൊക്കെ പറയുന്നുണ്ട്. ഇക്കാമ ഉണ്ടല്ലോ, നമ്മുടെ ഐഡന്റിറ്റി കാർഡ്, അതിനാണ് ഇവിടുത്തെ കാർഡിനെ ഇക്കാമ എന്ന് പറയുന്നത്. അത് ഈ കാർഡുകൾ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയോ ഫോട്ടോ അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്? ഇതിന്റെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് അവർ കോപ്പി എടുത്ത് വെച്ചേക്കും, അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരും. ഇത് വെച്ചിട്ട് അവർ വീണ്ടും സിമ്മുകൾ എടുക്കും. നമ്മൾ പോലും അറിയത്തില്ല, വേറെ സിം എടുത്തിട്ട് അവർ പുറത്ത് കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമ്മളെ ഡേറ്റാസ് ഒക്കെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് വെച്ച് പല ആൾക്കാരിലേക്കും പോയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പൈസ ബാങ്കിൽ നിന്ന് പോവുകയും, അതുപോലെ തന്നെ സിമ്മുകൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അവരത് പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടല്ലോ, പ്രീപെയ്ഡ് പോലത്തെ സിമ്മുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സിമ്മുകളൊക്കെ എടുത്തിട്ട് മന്ത്ലി എമൗണ്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കുമ്പം അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസും ഇങ്ങനെ പ്രൈവസി കൺസേൺ ആയിട്ടുണ്ട്. പിന്നെ ഡേറ്റ പ്രൈവസി, നേരത്തെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കുറച്ച് മെയിൻ കാര്യം നമ്മൾ ഇന്ന് പറയുന്ന എത്തിക്സിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡേറ്റ പ്രൈവസി എന്നുള്ളത്. ഡേറ്റ പ്രൈവസി ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് സംഭവം എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട എന്താ? നമ്മൾ ക്യാഷ്. കാത്തു സൂക്ഷിക്കേണ്ട പ്രൈവസി, അതാണ് ഉദ്ദേശിച്ചത്. പ്രൈവസി ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് ഡേറ്റ. ഡേറ്റ. നമ്മുടെ ഡേറ്റാസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അല്ലേ? ഇപ്പം നേരത്തെ അറിയാം, നിങ്ങൾക്ക് ഈ കല്യാണം നടക്കുന്ന വീടുകളിലൊക്കെ ചില ടെക്സ്റ്റൈൽസ് ചെയ്യുന്ന ജ്വല്ലറിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്വല്ലറിയിൽ നിന്നൊക്കെ അവരെ നമ്മൾ തന്നെ ചിന്തിച്ചോട്ടെ, ഇവർ ഇതെങ്ങനെ മനസ്സിലാക്കി ഈ വീട്ടിൽ കല്യാണം നടക്കുന്നെന്നുള്ളത്? അവരതെങ്ങനെ മനസ്സിലാക്കുന്നു? വരത്തില്ലേ വീട്ടിൽ നിന്ന്? ജ്വല്ലറി വന്നിരുന്നു, 5-6 ജ്വല്ലറി വന്നിരുന്നു. പക്ഷെ 5-6 ഞങ്ങൾക്ക് ജ്വല്ലറി വരും. അപ്പൊ ഒരാൾ ബുക്ക് ചെയ്തിട്ട് അന്നത്തെ റേറ്റിനനുസരിച്ചാണ് ഞങ്ങളെ കല്യാണത്തിന് ഗോൾഡ് തന്നെ. ഗോൾഡ് ഞങ്ങൾക്കൊരു തന്നു. ചില 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 സ്ഥലങ്ങളിൽ ഇതേപോലെ കല്യാണ വീടുകളിൽ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ വരും.
വലിയ വലിയ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടോ അവർ ചിലപ്പോൾ കാർഡ് കൊണ്ടോ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കാർഡോ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. വന്നിട്ടുണ്ടോ അങ്ങനെ ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽസുകൾ? ഇവർക്ക് നിങ്ങളുടെ ഡേറ്റ എങ്ങനെ കിട്ടി? അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിയുമ്പം ആ നമ്മൾ പോലും അറിയാതെ ഇതിലേക്കുള്ള നമ്മുടെ സാ- പെർമിഷൻസ് എടുക്കുന്നുണ്ട് ഉം. അല്ല, ഇത് പല ഇന്നത്തെ കാലത്ത് ആപ്ലിക്കേഷൻസിലും. കുറച്ചൊന്ന് മാറി. നേരത്തെ ഇത് എങ്ങനെയാ സംഭവം എന്ന് വെച്ചാല് ഈ ഒരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, മാർക്കറ്റിംഗ് സ്റ്റാഫുകള്, അവർ ഓഡിറ്റോറിയത്തിൽ പോകും. നമുക്കറിയാം, ഒരു കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കുമ്പം ഏകദേശം 2-3 മാസം അല്ലെങ്കിൽ 1 മാസം മുമ്പേ തന്നെ ഓഡിറ്റോറിയം ആയിരിക്കും ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത്, അല്ലേ? അതെ. ഇപ്പൊ ഓഡിറ്റോറിയം അല്ലെ ഹാൾ ആയിരിക്കും ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഹാൾ അല്ലെ ഓഡിറ്റോറിയത്തിലെ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ പോയിട്ട് അവിടുന്ന് അവിടുത്തെ ഡയറിയിൽ എഴുതിയേക്കുന്ന അടുത്ത 3 മാസത്തെ അല്ലെ 4 മാസത്തെ ഏരിയയിൽ നടക്കുന്ന കല്യാണങ്ങളുടെ വീട്ടിൽ അഡ്രസ്സ് എടുക്കും. ആ അഡ്രസ്സ് എടുക്കുന്ന എങ്ങനെ? അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ചെറിയ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുത്തിട്ടായിരിക്കും ഇവർ ആ അഡ്രസ്സ് കളക്ട് ചെയ്യുന്നത്. ആ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഈ ജ്വല്ലറികളിൽ നിന്നും ഈ ടെക്സ്റ്റൈൽസിൽ നിന്നും ഷോപ്പിലുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇത് നേരത്തെ ഒരു ഒരു കേസാണ്. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് അതെന്ത്, ഈ ആൾക്കാർക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ, ഈ കല്യാണം നടക്കുന്ന വ്യക്തികളുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തിറങ്ങി പോകുന്നത്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്? ടാക്സി, വണ്ടി വേണം, അതേപോലെ തന്നെ പെട്രോളിന്റെ എക്സ്പെൻസ്, പിന്നെ സ്റ്റാഫുകൾ വേണം. ഇതൊക്കെ മാൻ പവർ ഒക്കെ വെച്ചിട്ടായിരിക്കും പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം അവരുടെ കയ്യിൽ കിട്ടും. ഡേറ്റാസ് കംപ്ലീറ്റ് അവർക്ക്. അപ്പൊ ഇന്ന് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഡേറ്റാസ് ആണ്. ആൾക്കാരുടെ വിവരങ്ങൾ, അവരുടെ നമ്പർ, അവരുടെ കോണ്ടാക്ട്, അവരുടെ ഡേറ്റാസ്, അവരുടെ വിവരങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഡേറ്റ കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇപ്പൊ നമുക്ക് ചുറ്റിലും കാണുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ കാണുന്നില്ലേ? ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, അല്ലാതെ ഉണ്ട്. നമ്മൾ പോലും അറിയാത്ത പല പല കടകളും നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട് കേട്ടോ, നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ്സും ഉണ്ട്. നല്ല മാർക്കറ്റിങ്ങിന്റെ, സെയിൽസിന്റെ ഒക്കെ കൂട്ടാൻ വേണ്ടി പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ എത്തിക്സ് പോലും നോക്കത്തില്ല. പല പരസ്യങ്ങളും പല സ്ഥാപനത്തിന് വേണ്ടിയിട്ടും പല പരസ്യങ്ങളും ചെയ്യുന്ന വ്യക്തികളെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ആ ഒരു സ്ഥാപനത്തിന് ഇവരെ വിശ്വസിച്ചിട്ടായിരിക്കും ചെല്ലുന്നത്. അങ്ങനെ വിശ്വസിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്കും, ഇപ്പം എക്സാമ്പിൾ, ഞാൻ ഒരു വലിയൊരാളായെന്ന് വിചാരിക്കുക. ഞാൻ ഏകദേശം നല്ല രീതിയിൽ വ്ളോഗൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ ഫേമസ് ആയി. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയും, ഇപ്പൊ ജേക്കബ് ഒരു സ്ഥാപനം നടത്തുന്നു, ഒരു ഒരു ഏതെങ്കിലും ഒരു സോപ്പിന്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. ആ സോപ്പിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനത് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ഈ സോപ്പ് യൂസ് ചെയ്തിട്ട് യാതൊരുവിധ പരിചയവും ഇല്ല. അത് ഓക്കെ ആണോ അല്ലയോ എന്നൊന്നും അറിയാതെ ഞാൻ അതിന് വേണ്ടി പരസ്യം ചെയ്യുന്നു. പക്ഷെ ഈ സോപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുമോ? ഇത് ഓക്കെ ആണോ? എനിക്ക് ഇത് വേറെ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലയോ? എല്ലാ ടെസ്റ്റും കഴിഞ്ഞതാണോ? ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തതാണോ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു അവയർനെസ് ഇല്ലാതെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നാളെ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി എന്നെ വിശ്വസിച്ചിട്ട് ഇറങ്ങുന്ന ഇത് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ, ഇതിപ്പോൾ ഞാനൊരു പ്രത്യേക ഒരു ആക്ട്രസിന്റെയോ അല്ല ആക്ടറിന്റെയോ ഒരു സെലിബ്രിറ്റിയുടെ പേരെടുത്ത് പറയാത്തതാണ്, അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും ആരും ഇന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പറയാനാണെങ്കിൽ ഓരോ കേസുകളുണ്ട്. ഓരോ സ്ഥാപനവും ഇന്ന് പൂട്ടിപ്പോയ പല സ്ഥാപനങ്ങളിലും പല ആൾക്കാരെയും വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇതൊക്കെ എവിടെ നടക്കുന്നത്? സോഷ്യൽ മീഡിയ വഴിയാണ്. ഡേറ്റ കളക്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾക്കും എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മളൊരു എത്തിക്സ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതാരും നോക്കാതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേസുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പോലും മറ്റുള്ള വേറൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കേസാണ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. നമുക്ക് റീൽസുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മളൊരു ഏതൊരു കാര്യവും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ പോലും 2-2.5 മണിക്കൂറുകൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇപ്പൊ ഒരു തിയേറ്ററിൽ പോയിരുന്ന പ്രോപ്പറായിട്ട് 2 മണിക്കൂറുള്ള ഒരു സിനിമ കാണാൻ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വാക്കാണ് ലാഗ് എന്നുള്ളത്. കാരണം ഇപ്പൊ അവര് ഇതിന്റെ ബാക്കിൽ എന്താ ചെയ്യേണ്ടത്? ഓരോ സമയത്ത് അവർ സിനിമ ഇറക്കുന്ന അല്ലെ എഴുതുന്ന ആ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ, അവര് ഓരോ സമയത്തും ഈ സീനിൽ എന്തെങ്കിലും ലാഗുണ്ടോ, ഈ ആൾക്കാർക്ക് ഓക്കെ ആവുമോ? കാര്യം പല ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഓഡിയൻസ്. അപ്പൊ ആ പ്രേക്ഷകരെ എല്ലാവരെയും ഒരേപോലെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരെന്തോ ചെയ്യും? ആ ഒരു സീനെ മേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. ഇതൊക്കെ വരുന്നത് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ചേഞ്ച് ആയതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ്. അപ്പം
നമ്മൾ ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയസ് എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഓരോ വാക്കുകളും നമുക്കൊരു സ്വന്തമായിട്ടൊരു വാല്യൂ കൽപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ചെയ്യുന്ന ഒരു ഷെയർ ആയാലും ശരി, ഒരു കമന്റ് ആയാലും ശരി, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു കമന്റ് ഒരാൾ ഷെയർ ചെയ്തു അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇട്ടു, അതേപോലെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 10K അല്ലെങ്കിൽ 20K ഒക്കെ ഷെയർ ആയിരിക്കും ചെയ്തേക്കുന്നത്, അല്ലെ ലൈക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇത് നമ്മളിൽ ഓരോ ആൾക്കാരും ചെയ്യുന്നതല്ലേ. അപ്പം ജസ്റ്റ് ഇനി നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെന്ന് വിചാരിക്കോ, നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ, നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സോഷ്യൽ ഏത് മീഡിയ വഴിയുള്ള രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഇൻസിഡന്റ് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ? യെസ് ആ ഇൻസിഡന്റ് ഉണ്ടായി, കേൾക്കുന്നില്ലേ? ഹലോ. യെസ് യെസ് കേൾക്കാം യുവർ കേൾക്കാം. ഓഡിബിൾ. ആ അപ്പം ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റ് ഉണ്ടായി ജെന്യൂൻ ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണ് എങ്കിൽ, ഇപ്പൊ അർച്ചന മാം പോകുന്നത് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അർച്ചന മാമിന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അർച്ചന മാം ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു സോഷ്യൽ എത്തിക്സ് എന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ അല്ലെ എന്തായിരിക്കും ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ അനുസരിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഒരു ക്ലോസ് നിറ്റഡ് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ ലേഡിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു സാഹചര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പം, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ നമുക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഇതിനെ ഭയങ്കര ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞ് വലിയ ആ വലിയ വാക്കുകളുള്ളത്. പണ്ടൊക്കെ നമ്മൾ പറയും ഉം. എന്നെ തോണ്ടി, ആ മാന്തി, അല്ലെ തൊട്ടു ആ എന്നൊക്കെ ആ. പറയും. അതൊക്കെ വി ഹാഡ് ആർ ഓൺ ഡിഫൻസ് മെക്കാനിസംസ്. മനസ്സിലായില്ലേ? ഉം. സേഫ്റ്റി പിന്ന്, കയ്യിലുള്ള കോമ്പസ് വരെ എടുത്ത് കുത്തിയിട്ടുണ്ട്. ആ അതായിരുന്നു ആ കാലത്തുള്ള പ്രതികരണം. അപ്പൊ ആ എനിക്ക് ആ. പലപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എഴുതുമ്പോൾ എനിക്ക് തോന്നാറുള്ളതാണ്, ബീങ് എ ഉം. വുമൺ സ്റ്റിൽ ഐ ഫീൽ ഇവർ ഇത്രയും നേരം ചിത്രീകരിക്കുന്നത് വരെ 3 minutes ഉം. or 2 minutes വീഡിയോ, ആർ ദേ എൻജോയിങ് ദിസ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഉം. ആദ്യം തന്നെ ഫസ്റ്റ് ഹാൻഡ് പ്രതികരിക്കാം, അല്ലെ? ഉം. ഉം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് ഹാൻഡ് തന്നെ പ്രതികരിക്കാം. എനിക്ക് തോന്നുന്നു 99% ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ ജെൻസിന്റെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മളൊന്ന് വോയിസ് റേസ് ചെയ്ത് അവർ മാറിപ്പോവും. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പോകും. വ്യക്തി ആളുകളുടെ മുമ്പിൽ നാണം കെടാൻ തയ്യാറായിട്ട് നിൽക്കൂ? ഇല്ല. നമ്മളൊന്ന് വോയിസ് റേസ് ചെയ്ത് ചേട്ടാ ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിനെ എന്തുകൊണ്ടാണ് മറ്റൊരു ലെവലിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം, അത് ഉം. സ്വാഭാവികമാണ്. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ പറ്റാതെ പോകും. അപ്പൊ അറ്റ്ലീസ്റ്റ് അവിടുന്ന് മാറി നിൽക്കാം, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ആളോട് പറയും. ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാൻഡ് സാധാരണ ആളുകൾ പ്രതികരിക്കുന്ന ഒരു ജനറൽ രീതി. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്റെ ഈ പറഞ്ഞ പോലെ ഷോളിൽ കുത്തുന്ന സേഫ്റ്റി പിന്നോ പേനയുടെ മൊനോ വെച്ചിട്ടൊക്കെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ ആളുകൾക്ക് പറയാം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല എന്നുള്ളത്. പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലൊരു കാര്യം ചിത്രീകരിക്കുന്ന അത്രയും നേരം അവര് നമ്മളെ സ്പർശിച്ചോട്ടെ എന്ന് പറഞ്ഞ് അനുവദിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനോട് എനിക്ക് ഇന്നേ വരെ അതിന്റെ ഒരു ഐഡിയ മനസ്സിലായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ സാറ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് അയാളോട് തന്നെ പറയും മാറി നിൽക്കാനോ അല്ലെങ്കിൽ നീങ്ങി നിൽക്കാനോ, അല്ലെങ്കിൽ ആരെയാണ് അവിടെ ഹെൽപ്പിന് നമുക്ക് വേറൊരു സോഴ്സ്. ഇപ്പം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ചിലപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ ചിലപ്പോൾ പേടിയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ റീച്ച് ഫോർ ദ ബെസ്റ്റ് ഹെൽപ്പ്. ഏതാണോ നെക്സ്റ്റ് ഹെൽപ്പ് ഉള്ളത് അതിലേക്ക് റീച്ച് ചെയ്യാന്നുള്ളതാണ്. ഉം. പിന്നെയാണ് ഓക്കെ. ഇത് കേസ് കൊടുക്കണോ കംപ്ലൈന്റ് കൊടുക്കണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ച്. ആ ശരിയാണ്, അത് വളരെ നല്ലൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളായിട്ടുള്ള ആണുങ്ങൾക്കും പല തരത്തിലുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായും ബീങ് എ വുമൺ എനിക്ക് എന്റെ അനുഭവം അല്ലേ പറയാൻ പറ്റൂ. അല്ല, അത് പെണ്ണുങ്ങളിൽ നിന്ന് മാത്രമല്ല,
ഞങ്ങൾ ഉദ്ദേശിച്ച പെണ്ണുങ്ങളിൽ നിന്ന് മാത്രമല്ല. ഇപ്പം ഇങ്ങനെയുള്ള പല ഇൻസിഡന്റുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇതൊന്നും നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബസ്സിനുള്ളിൽ വെച്ച് നടക്കുന്നത് അത് യഥാർത്ഥ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ജെന്യൂനാലിറ്റിയും കൂടെ കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ. ചിലപ്പം ഇനി നാളെ ഒരു ദിവസം ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് എന്ന് പറയാൻ പറ്റുമോ? കാര്യം അത് തന്നെ വിചാരിക്കും, അയ്യോ ഇനി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ട് ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനി ആൾക്കാർ എന്നെ ആ ഒരു സ്ത്രീയെ പോലെ കാണുമോ എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അപ്പം യഥാർത്ഥ ഒരു ഇൻസിഡന്റിനെ ഈ രീതിയിലൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിനെ പോലും പ്രചരിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ എഫക്റ്റ് കിട്ടുന്നത് സ്ത്രീകൾക്ക് തന്നെ. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനി അത് പ്രതികരിക്കാനും സത്യത്തിൽ പലരും മടിക്കും. കാര്യം വീണ്ടും ആ രീതിയിലാണോ കാണുന്നതെന്നൊക്കെ തന്നെ പലർക്കും തോന്നും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ബസ്സിനകത്ത് വെച്ച് ആ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ മേഡം പ്രതികരിക്കുന്ന രീതി പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് പിന്നെ നമുക്ക് ഇന്ന് വന്ന ഒരു ന്യൂസിനകത്ത് തന്നെ ഉണ്ട്. എന്താണ് വന്നത്? ആ ബസ്സിന്റെ ഓണർ, അതിന്റെ കണ്ടക്ടർ, ഡ്രൈവർ, ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാർ, പിന്നെ ക്യാമറ, CCTV ഇതൊക്കെ ഉണ്ട്. ഒരാള് പോലും സത്യത്തിൽ ഈ ബസ്സിനകത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ളത് ഗൾഫിൽ നിന്ന് ഒരു വീഡിയോ ഈ ബസ് ഓണർക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ ബസ്സല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ബസ്സുകാർ പോലും ഒന്ന് തിരിച്ചറിയുന്നത് ഇത് ഞങ്ങളുടെ ബസ്സാണല്ലേ എന്ന്. അതായത് ഒരു ചെറിയൊരു അതായത് 0.1% പോലും ആ ഒരു സ്ത്രീക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് ആ സ്ത്രീ അവിടെ ആരോടും പറഞ്ഞതുമില്ല, ഷെയർ ചെയ്തതൊന്നുമില്ല. പക്ഷെ വന്നത് എവിടെ? ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അല്ലേ? അപ്പം അവിടെ നമുക്കൊരു ഇന്ത്യൻ ഒരു വ്യവസ്ഥയുണ്ട്. നമുക്ക് പോലീസിൽ വിളിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതേപോലെ മാം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും പ്രതികരിക്കാതെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് അപ്പം എന്താണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ എന്താണ് ഇന്ന് മറ്റേ ഹാഷിം പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധനാവുന്നതെങ്കിൽ പിന്നെ കോട്ടിട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള എനിക്കും പറയാനുള്ളത്. അതായത് നമ്മൾ ആർക്കും എതിരല്ല, പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവർക്കും കൂടെ ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള ഇൻസിഡന്റുകളൊക്കെ സംഭവിപ്പിക്കുന്നത്. അതായത് ഇന്ന് ആ ഒരു കുടുംബത്തിന് ആരുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തതിൽ നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. കാരണം ആ ഒരു വീഡിയോ മാത്രമല്ല, അതിനുശേഷം വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന വേറൊരു വീഡിയോയും കൂടെ ആണ് ഇതിന് കാരണക്കാരനായത് എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. പക്ഷേ റൗസാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എല്ലാരും പറയുന്നത് സാറ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം 3 കാര്യങ്ങളെ. ഒന്നാമത്തത്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഈ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ്. കാരണം നമ്മൾ ആദ്യം കേൾക്കുന്നതിന്റെ മറ്റൊരു വേർഷനും കൂടെ വരാനുണ്ടല്ലോ, അതിന് മിനിമം ഒരു ദിവസമെങ്കിലും വരും. അതിപ്പം പൊളിറ്റിക്കൽ ആണെങ്കിലും അല്ലാത്ത ഇതുപോലത്തെ ഇൻസിഡന്റ് ഒക്കെ ആണെങ്കിലും. എനിക്ക് മുമ്പുണ്ടായിരുന്നു ഈ സ്വഭാവം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നെ നമ്മുടെ സമാധാനമൊക്കെ അത് കളയുന്നു മനസ്സിലായപ്പോൾ വെയിറ്റ് ചെയ്യുക. ലെറ്റ് us വെയിറ്റ്, മുഴുവൻ കഥകളും വരട്ടെ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളെ വിശ്വാസങ്ങളെയും നമ്മളെ ഇമോഷൻസിനെയും ഇതുമായിട്ട് മിക്സപ്പ് ചെയ്യും. എന്നിട്ട് പകുതി നമ്മൾ കേൾക്കും, ബാക്കി പകുതി നമ്മുടെ വക ആഡ് ചെയ്യും എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മുൻ എക്സ്പീരിയൻസും, ഇപ്പം നേരത്തെ സാർ പറഞ്ഞില്ലേ ജനഗണമന എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു വ്യക്തി എ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തു, ബി ചെയ്തു, സി ചെയ്തു, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഡിഡ് ഡി. അല്ലേ? ഒരാളെ കൊന്നിട്ടുണ്ട്, 2 പേരെ കൊന്നിട്ടുണ്ട്, 3 പേരെ കൊന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അയാൾ 4ാമത്തെ ആളെ കൊന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രൂഫ് വേണം. അല്ലെങ്കിൽ അതുപോലെയാണ് ഏത് സംഭവം നോക്കിയാലും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു സംഭവത്തില് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഒരു ഇൻസിഡന്റ് വരികയാണ് ഒരാൾക്ക്. ഇപ്പം ഒരു കുട്ടി കോളേജിൽ പോകുന്നു, എല്ലാ ദിവസവും ഒരു വ്യക്തി ബസ്സിൽ നിന്ന് വന്ന് ശല്യപ്പെടുത്തുന്നു. അതിങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം, വേറെ നിവൃത്തിയില്ലാത്തത് കാരണം. ഇപ്പം അർച്ചന മാം പറഞ്ഞ പോലെ ഒക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് എന്താ പറയാ പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനൊന്നും അത്ര ആക്സസിബിൾ ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, അയാളുടെ സ്വഭാവമാണ് എന്താണെന്നോ എത്രത്തോളം നല്ല ആളാണ് മോശം ആളാണെന്നോ ഒന്നും അറിയുന്നില്ലാത്ത അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ
ഇതുപോലെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മള് അതേപോലെ ഒരൊറ്റ തന്നെ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. അയാള് തീർച്ചയായും മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ സംഭവിച്ചത്. അതില് അപ്പം റോഫ് സാർ ഏറ്റവും രസകരം എന്താ വെച്ചാൽ വെരി നെക്സ്റ്റ് ഡേ ഷീ അപ്ലോഡഡ് അനദർ വീഡിയോ വേറെ പുള്ളിക്കാരി പറയുന്നത് ഈ മരിച്ചുപോയ വ്യക്തിക്ക് മാനസിക രോഗമുണ്ട്, സെക്ഷൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ്. സോ അല്ല, പലപ്പോഴും അതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് അവർ അപ്ലോഡ് ചെയ്തു, അപ്പൊ അതിനെതിരെ കുറെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി. ദെൻ ഷീ വാണ്ടഡ് ടു ജസ്റ്റിഫൈ ഹെർ. യെസ് അങ്ങനെയാണല്ലോ നമ്മള് പിന്നീട് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും, നമ്മളെ ഭാഗമാണ് ശരി. അപ്പൊ അതിന് അതും കൂടി പിന്നെ ആയപ്പോ നമ്മൾ അതിന് പൂർണ്ണമായി. പിന്നെ അവരും ചിലപ്പോ വിചാരിച്ചു കാണില്ല മനസ്സിൽ, അവര് ഉദ്ദേശിച്ചത് ഇതൊന്ന് ആളുകൾ ഏറ്റെടുക്കും, അല്ലെ, കുറച്ചൊക്കെ ഒരു അവരൊന്ന് ഫേമസ് ആവും എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചത്. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നും അവരും വിചാരിച്ചു കാണില്ല. അതെ. പക്ഷെ ഇത് എന്തായാലും അതേപോലെ ഒരു തന്നെയാണ്. ഇപ്പൊ സാർ നടക്കാൻ പാടില്ലാത്ത നടന്നത്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ആളുകള് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അതെ അതെ, ടോളറൻസ് ലെവൽ ഡിഫറെന്റ് അല്ലേ ആളുകളുടെ. പലരുടെയും ആയിരിക്കും. അതെ. അപ്പം അതില് ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിന്റെയും സൈക്കോളജിയുടെയും വേറെ ഏതെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ കുത്തിക്കയറ്റി പറയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും എന്തോ സംഭവമൊക്കെ ഉണ്ട് എന്ന്. ഈ വ്യക്തിയായിട്ട് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ഒരാളാണ്, മുമ്പ് പരിചയമില്ലാത്ത ഒരാളാണ് ആൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് സമൂഹത്തിന് വന്ന് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പം പക്ഷെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കടച്ചപ്പൊട്ടാത്ത വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും, ഇങ്ങനെയൊക്കെ ഉള്ള ആണെന്ന് വിചാരിച്ചിട്ട് ചിലവരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ചെല്ലും എന്നുള്ളതാണ് ഒരു വിചാരം. ഇത് നമ്മൾ ഈ കൂട്ടത്തിലുള്ള മിക്കവാറും ഏകദേശം ഒരു കൗൺസിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കെങ്കിലും പിന്നെയും തിരിച്ചറിയാൻ പറ്റും ഇതെന്താണ്, ഈ ഒരു പ്രശ്നം ഉണ്ടോ അതാണെന്നൊക്കെ. പക്ഷെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അവർ വിചാരിക്കും അങ്ങനെ ഒരു ഇതിന്റെ പ്രശ്നത്തെ കൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർ നമ്മുടെ എഡ്യൂക്കേഷനെ അല്ലെ നമ്മുടെ അറിവുകളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പം അതെ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പൊ ഇവർക്ക് ചിലപ്പം വേറെ ആളുകളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം മുമ്പ്. അപ്പൊ അവര് അതിനായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മള് ഈ ഇൻസിഡന്റുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആളുകൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഇൻസിഡന്റുകൾ തമ്മിലും കണക്ട് ചെയ്യാൻ അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് നമ്മൾ ഇമോഷൻ ആഡ് ചെയ്യുന്നതും നമ്മുടെ ബിലീഫ് സിസ്റ്റം അതിന്റെ കൂടെ ചേർത്ത് ചെറിയ പ്രശ്നത്തെ വലുതാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഇരുതല മൂർച്ചയുള്ള വാളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കും ഇതൊക്കെ സംഭവിക്കാം. അതെ, നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ചിലപ്പോൾ പണിയായിരുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല അതിന് അത്തരം ഒരു അർത്ഥമുണ്ടെന്നോ. പ്രത്യേകിച്ചും ഇപ്പൊ ഞാൻ ഇന്നലെ ജേക്കബ് സാറോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഒരു സംഭവം ഉണ്ടായി. ഞാന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വോയിസ് അല്ലല്ലോ ടൈപ്പ് ചെയ്യാ ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻ ആർക്കും മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കമന്റുകൾക്ക്. നമ്മൾ വായിക്കുന്നതും നമ്മൾ എഴുതുന്നതും ആള് വായിക്കുന്നതും രണ്ടർത്ഥത്തിലായിരിക്കും. അവിടേക്കാണ് ഈ പ്രശ്നം വരുന്നത്. അതേപോലെ ഉള്ള ഒരു കേസാണ് ഈ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതും ഇത് തന്നെ. അതായത് കമന്റ് പോലെ തന്നെയാണ് മെസ്സേജ് അയക്കുന്നതും. ടെക്സ്റ്റ് രൂപത്തിൽ മെസ്സേജ് അയക്കുമ്പം ഈ വായിക്കുന്ന ആളുടെ ഇമോഷൻസ് ഏത് രീതിയിലാണ് അത് വായിക്കുന്നത്, അയാൾ ആ രീതിയിലായിരിക്കും അതിനെ ചിന്തിക്കുന്നത്. ചിലപ്പം ഇപ്പം വേറൊന്നുണ്ട്, ഒരു വോയിസ് പ്രോപ്പറായിട്ട് കേൾക്കാൻ പോലും ക്ഷമ കാണിക്കാതെ 1.2-ലും 1.5-ലും 2 ഒക്കെ എക്സിലൊക്കെ ഇട്ട് കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർമലി പറയുന്നതായിരിക്കും, പക്ഷെ 2x-ലൊക്കെ ഇട്ട് കേൾക്കുമ്പം ഇച്ചിരി ദേഷിച്ച് പറയുന്ന പോലെ ഫീൽ ചെയ്യും. സ്പീഡ് ആകുമ്പോഴത്തേക്ക് അതിനകത്തൊരു ദേഷ്യം ഫീൽ ചെയ്യും. അതായത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ അനസർ അതിന്റെ ഇടയിൽ ഈ ടൂവിലിട്ട് കേൾക്കുന്നതിന്റെ ആ ഒരു ഇടയിലായിരിക്കും ചിലപ്പോ ഇതിനെതിരെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതായിരിക്കും ചിലപ്പോ അതിന്റെ ഇടയിലുള്ളത്. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ആയിരിക്കും വാക്ക്, അത് കേട്ട് കാണൂല. അപ്പൊ നമ്മൾ തുടക്കം ടൂവിൽ കേട്ട് കഴിയുമ്പോൾ ഇയാളെന്നാലും എന്തിനാ എന്നോട് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞത്, ചിലപ്പോ അതിന്റെ ഇടയിൽ ഞാൻ ഇന്ന ആളോട് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ വേറെ ആൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഈ ടൂവിലിട്ട് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടൊന്നും വരില്ല. വലിയൊരു ഡ്രോബാക്ക് തന്നെ അത്. അങ്ങനെയുണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാം. ഈ പറഞ്ഞ പോലെ റൌഫ് സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇടാനല്ല, നമ്മുടെ പ്രൂഫിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ സേവ് ചെയ്ത് വെക്കണ്ടേ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, കോടതിയിലായാലും നമ്മുടെ സേഫ്റ്റി.
നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് സേവ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതെ ആ ഒരു കേസിന് ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അവരത് ആ വീഡിയോ കണ്ടിട്ട് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാമല്ലോ. അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ഒരു വീഡിയോ നമ്മൾ വീഡിയോ ആയാലും ഇതിപ്പോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇറങ്ങി കഴിഞ്ഞാൽ സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ വീഡിയോ എടുത്തത് കൊണ്ട് തെറ്റില്ല. പക്ഷെ വീഡിയോ എടുത്തിട്ട് നേരെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പക്ഷെ അതല്ല ഉദ്ദേശം. അതല്ലേ നമ്മൾ ഉദ്ദേശം മനസ്സിലാക്കുന്നത്. ഇത് എവിടെയും ഒരു പരാതി ഇല്ല. അപ്പൊ ഉദ്ദേശം എന്താണ്? വേറെയാണ്. അപ്പൊ ആരാണ് ജഡ്ജ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ആണോ? ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഷെയർ ചെയ്യുമ്പോഴോ ഒരു ലൈക്ക് ചെയ്യുമ്പോഴോ നമ്മൾ ആദ്യം ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ തിങ്ക്. അതിനകത്ത് ടി എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണോ? നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന കാര്യം സത്യമാണോ? അത് ടി. പിന്നെ നമ്മൾ എച്ച് നോക്കുകയായിരുന്നു ഹെൽപ്ഫുൾ. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് സഹായകരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടന്റ് ആണോ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഐ ഇൻസ്പയറിങ്. ഏതെങ്കിലും രീതിയിൽ ഇൻസ്പയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ അല്ലെങ്കിൽ ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണോ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെസസറി ആണോ? ഞാനിതിപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ അവിടെ എന്നുള്ളതാണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കെ കൈൻഡ്. ഇത് ദയവുള്ളതാണോ അല്ലെ കൈൻഡ് ആണോ? ഇസ് ഇറ്റ് കൈൻഡ് ഓർ നോട്ട്? അങ്ങനെയുള്ളത് കേസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഷെയർ ചെയ്യുക. ഒരു കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഷെയർ ചെയ്യാൻ. അനു മാം, എന്താണ് മാമിന്റെ അഭിപ്രായം? ലൈവിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ, അത് ഓൺ ചെയ്ത് ആ വഴിക്ക് പോകുന്നുണ്ട്. ഹലോ, അനു എനിക്ക് മാം ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു റാണി മാം. എനിക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയണം. ഇനി അത് ഇൻ കേസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഞാനിതൊരു ആദ്യമേ പറഞ്ഞു, ഒരു വെബിനാർ പോലല്ല. നിങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് വളരെ ഞാൻ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് കിട്ടുന്നില്ല കേട്ടോ. വളരെ കുറച്ച് പേര് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. പറയാവുന്നത് വേറൊന്നുകൊണ്ടല്ല. നമ്മളിപ്പോ ഈ പുള്ളി മരിച്ചുപോയി അതിന്റെ ഇതുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് രാവിലെയാണ് കേട്ടോ ഈ ന്യൂസ് അറിയുന്നത്. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും വലുതായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അപ്പം കുറച്ചൊക്കെ ഫോളോ ചെയ്തു, എന്നാലും ഫുൾ ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ എക്സാക്ട് എന്താണെന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കളഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ടോ എന്ന് തിരയാൻ പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഇത് തിരിച്ചല്ലേ വരുള്ളായിരുന്നു. ആ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്ന ടോർച്ചറിങ് നേരെ തിരിച്ചായിരിക്കില്ലേ? മാം വേറെ കാര്യം പറയട്ടെ. മാം ഇപ്പൊ ചോദിച്ചോണ്ട് പറയാ. മാം പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരാളുടെ മരണത്തെ പറ്റി ആഗ്രഹിക്കത്തില്ല. പക്ഷെ എങ്കിലും ആ പെണ്ണിനോടുള്ള ദേഷ്യം വെച്ചിട്ട് ആ പെണ്ണ് കാണിച്ചത് വെച്ചിട്ട് പല ആൾക്കാരും ചിലപ്പോൾ പുറത്തു പറയാൻ മടിക്കുന്നുണ്ടായിരിക്കും. സമൂഹത്തിലെ പല ആൾക്കാരും അയാൾ ആത്മഹത്യ ചെയ്യണം എന്നാലേ ഈ പെണ്ണ് പഠിക്കത്തുള്ളൂ എന്ന് ചിന്തിച്ചവരായിരിക്കും പല ആൾക്കാർ. ആദ്യം ഈ ന്യൂസ് വന്ന സമയത്ത് അല്ല, ആ ഒരു മരണമായതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അയാൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് നമ്മൾ തേടുന്നത്. അല്ലെങ്കിൽ അയാളുടെ സത്യാവസ്ഥ തേടാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇതിനേക്കാളും വലുതായിട്ട് ക്രൂശിക്കപ്പെട്ട് അയാളുടെ ഫാമിലി, കുട്ടികൾ എല്ലാം ഇതിലും കൂടുതലായിട്ട് ക്രൂശിക്കപ്പെടുമായിരുന്നു. ഇപ്പൊ അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് അയാളുടെ മരണം വരെ മരണമാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടുന്ന ഒരു ഉത്തരം എല്ലാത്തിനും വേണ്ടിയിട്ട്. അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സമൂഹം എന്ന് പറയുന്നത് വേണം ഏറ്റവും കൂടുതൽ ഇതാവാൻ. കാരണം ഒരു പക്ഷെ അയാൾ തന്നെ ചിന്തിച്ചിട്ട് അയാൾക്ക് ഒരു സപ്പോർട്ടായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി മേഡം ഈ പറഞ്ഞ പോലെ എനിക്കിതല്ല വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് അയാൾ എടുക്കാൻ കാരണം ഈ ഒരു അവസാന ഘട്ടത്തിലേക്കായിരിക്കും. ഇനിയെങ്കിലും അത് മാറണം. ചിലപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ള 10-12 പേര് മാത്രം വിചാരിച്ചാൽ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്ന ഓരോ ആൾക്കാരും മാറിക്കഴിഞ്ഞാൽ ഒരു സമൂഹം മൊത്തം ചേഞ്ച് ആവും. ആ ചേഞ്ച് ആവുന്നതോടുകൂടി ഇനി ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ട് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഓക്കെ, അതിജീവിച്ച് പോവാമെന്നുള്ള. പക്ഷെ അതിന് ഇത് ഇത്രയും വലിയ വിലകൾ കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീനെ ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമായിരുന്നിരിക്കും അയാൾ ജീവിച്ചിരുന്നു എങ്കിൽ. ഒരുപക്ഷെ ആ സ്ത്രീ ആയിരിക്കും അപ്പോഴും ഗ്ലോറിഫൈ ചെയ്യപ്പെടുമായിരുന്നത്. അപ്പൊ ഇയാൾക്ക് നീതി കിട്ടുമായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇവരുടെ സോഷ്യൽ മീഡിയയിലെ ഓരോ പ്രവചനങ്ങൾ കാണുമ്പോൾ ആ സ്ത്രീയെ റിപ്പീറ്റ് ചെയ്ത് ക്രൂശിക്കുന്നതിനോടൊപ്പമാണ് അത്രയും അതേ ഡെപ്തിൽ തന്നെയാണ് ഇയാൾക്ക് ജസ്റ്റിസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ മരണമാണ് ശരിക്കും പറഞ്ഞ
അതൊരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇത് ഉണ്ടാക്കിയെടുത്തത്? അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾ തന്നെയല്ലേ കുറ്റവാളിയാകുമായിരുന്നത്? അങ്ങനെയല്ലേ വരുന്നത്? സമൂഹം അങ്ങനെയല്ലേ കാണുന്നത്? അപ്പൊ അതല്ലേ ശരിക്കും തീർച്ചയായും മാറ്റേണ്ടത്? തീർച്ചയായും മാം ഇത് അതാണ് പറഞ്ഞപ്പോ മാറ്റേണ്ടത്. ആ, റാണി മാം ഇത് ഉം. പറഞ്ഞതിന് കണക്റ്റഡ് ആയിട്ട് ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഉം. ഇപ്പൊ എല്ലാവരും മനസ്സിൽ ഇപ്പൊ പറയുമ്പോൾ ഓർമ്മ വരികയും എന്നാൽ മറന്നുപോയ ഒരു കേസുണ്ട്, നിർഭയയുടെ കേസ്. ആ ഓർക്കുന്നോ? Yes. ഡൽഹി റേപ്പ് ഉം. കേസ്. ഡൽഹി റേപ്പ് കേസിലെ ആദ്യഘട്ടത്തില്, അതായത് ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് ഹോസ്പിറ്റലൈസ് ആയി. ഐ തിങ്ക് നിയർലി 2 വീക്സോളം ആ കുട്ടി 12 ദിവസം അത് 2 വീക്സോളം ഹോസ്പിറ്റലൈസ് ആയിരുന്നല്ലോ മരിക്കുന്ന മുമ്പ്. മരിക്കുന്നതിന് ഉം. മുമ്പ് വരെ ഇപ്പൊ മാം പറഞ്ഞത് മാതിരി, റാണി മാം പറഞ്ഞ മാതിരി, സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരേ വാചകമുണ്ട്. ആ സമയത്ത് ആ സമയത്ത് എന്തിനാ ആ കുട്ടി അത്തരത്തിൽ ഒരു ബോയ്ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ എന്തിനു പോയി, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ എന്ന് പറഞ്ഞ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു. ഉം. പക്ഷെ മാം പറഞ്ഞത് മാതിരി ഈ 10-12 ദിവസത്തെ യാതനകളെല്ലാം കഴിഞ്ഞ് ഈ കുട്ടിയുടെ സ്റ്റോറി മുഴുവൻ പുറത്തു വന്നതിന് ശേഷം ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ അപ്പം ഈ Yes. സൊസൈറ്റിയിലുള്ള ആ ഒരു പോസിറ്റീവ്നെസ് വേറൊരു തലത്തിലേക്ക് മാറി. അതായത് കുറച്ചും കൂടി ഹയർ ഇതിലേക്ക് മാറി. ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. മരിച്ചില്ലായിരുന്നെങ്കിൽ മാം പറഞ്ഞത് മാതിരി ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ ഈ സമൂഹത്തിൽ. പലപ്പോഴും അതെ. അങ്ങനെ ഇത്ര ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് പോലും, അതായത് നെറ്റ്ഫ്ലിക്സിൽ ദ ഡൽഹി കേസ് എന്ന് പറഞ്ഞിട്ട്, ഡൽഹി ക്രൈം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു സീരീസ് തന്നെ ഉണ്ട്. അത് ക്ഷമയോടെ ഇരുന്ന് കാണുന്ന ഒരാൾ കരയാതെ എണീക്കില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവര് ആ ലൈഫ് സ്റ്റോറി അവരെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചതെന്നുള്ളത് കംപ്ലീറ്റ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഒരാൾക്കും അത് കരയാതെ കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പൊ മാം പറഞ്ഞത് മാതിരി ആ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരിക്കാൻ വേണ്ടി ആ കുട്ടി മരിച്ചതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വന്നേനെ. ഇൻഫാക്ട് അവിടെ ആ അതെ. അതെ. ഇപ്പൊ കംപ്ലീറ്റ് ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ എന്നാൽ പോലും ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് സൊസൈറ്റി സർവൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. ദാറ്റ് ഇസ് വാട്ട് ഇനീഷ്യലി അനസ് സാർ ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരം. ഇങ്ങനെയൊക്കെ സമൂഹമായി തീരാൻ നമ്മളും അതിനൊരു കാരണമാണെന്നുള്ളത് തന്നെയാണ്. yes. ശരിയാണ്. പിന്നെ എനിക്ക് അയാളോട് ഇപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു, എനിക്ക് പുള്ളിയോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഈ പറഞ്ഞ ഒരു മരണം എല്ലാത്തിനും ഒരു ഉത്തരമാണെന്ന് കണ്ടപ്പോ, അയാള് 3 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ ഓർക്കണമായിരുന്നു, ഇല്ലേ? അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് ശരിയായിരിക്കാം. ഒരു നിമിഷം അയാൾ തകർന്നു പോയിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ കുട്ടികള് 3 പേര്, ഇല്ലേ? സൂസൈഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും പല വേദികളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പുറമേ നിൽക്കുന്നവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, അതായത് ചെയ്തത് തെറ്റായി പോയിന്ന്. പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ വ്യക്തി കടന്നു പോകുമ്പോൾ അയാളുടെ, നേരത്തെ റോഫ് സാർ പറഞ്ഞ പോലെ, പല ആളുകളുടെയും ടോളറൻസ് ലെവൽ ഡിഫറെന്റ് ആണ്. ഒരു പക്ഷെ ആ നിമിഷം 42 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ആ നിമിഷം അയാൾ ആലോചിച്ചത് ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സോഷ്യൽ ഒരു ഇത്, എനിക്കുള്ള കണക്ഷൻസ്, ആളുകൾ എന്നെ എങ്ങനെ കാണും, നാളെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കൂ. നമ്മൾ ആ ഒരു ശരിയാണ്. അയാളുടെ ജോലിയും അതുപോലെ തന്നെയാണ്. ജോലിയും അതുപോലെ തന്നെയാണ്. ഡെഫിനറ്റ്ലി ആ ഒരു ഷൂയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാം സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് പുള്ളിയുടെ ജസ്റ്റിഫൈങ് ജോലിയും അത് എനിബഡി ഹു ഈസ് തന്നെയല്ലേ. ഒരു ടേക്കിംഗ് സെയിൽ an option പേഴ്സൺ to ആയതുകൊണ്ട് suicide. അയാൾക്ക് പക്ഷെ ഒരുപാട് പേരെ ഫേസ് ചെയ്യേണ്ടി വരും ഡെയിലി. അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി നാളെ വരും. ഒരു ദിവസം ഇതൊക്കെ ഒരു ശരിയാണ്. സാധനം വിൽക്കാൻ ഇറങ്ങാൻ പറ്റില്ലല്ലോ റാണി മാം. പറ്റില്ല. അത് ശരിയാണ്, പറ്റില്ല. എങ്ങനെ അതൊക്കെ ഉണ്ട്. ഇറങ്ങും? പക്ഷെ ഒരു അമ്മ അതെ, എന്ന അതൊക്കെ നിലയ്ക്ക് ആ ഒരു അതൊക്കെ കൺസെപ്റ്റ് ആലോചിച്ചു. ഉണ്ടോ? റാണി മാം ഞാനൊക്കെ ഒരു അമ്മയാണ്. നമ്മുടെ വീട്ടിലേക്ക് അയാൾ എന്തെങ്കിലും ഒന്ന് വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കയറ്റുമോ വീട്ടില്? നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കില്ലേ? ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അല്ല, മേ ബി എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ സമൂഹത്തിലെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇതിനൊക്കെ ഒരു കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നീതി കിട്ടില്ല എന്ന് അത്രയും ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും അയാൾ ഈ ഒരു വഴി ചൂസ് ചെയ്തത്. പോരാടി ജയിക്കാൻ പറ്റില്ല, കാരണം സമൂഹത്തിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന എന്നുള്ള ആ ഒരു ഇത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹി വുഡ് ഹാവ് തോട്ട് ദിസ് ഇസ് ദ ബെറ്റർ വേ. നിന്ന് പോരാടി നാറുന്നതിനും കാട്ടി നല്ലത് ഇതെല്ലാം ഇവിടെ തീരുമല്ലോ. കേൾക്കാൻ എല്ലാവരും ടോളറൻസ് ലെവൽ ഡിഫറെന്റ് അല്ലേ. ഇതെല്ലാം കേട്ട് നിൽക്കാൻ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. നമ്മളാണെങ്കിൽ ഇത്രയൊക്കെ വായിട്ട് അലച്ചിവിടെ പ്രസംഗിക്കുന്നുണ്ട്. നാളെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് വരും.
ഇപ്പൊ അയാളെ ശരിയാണ്. റാണി മാം പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഇപ്പം ഈ ഇൻസിഡന്റ് ഉണ്ടായ ഫസ്റ്റ് ഡേ ഒരു ഒരു 50-50 ആയിരുന്നു. അതായത് കുറച്ച് ആളുകൾ ഇവരെ അനുകൂലിക്കുന്നു, കുറച്ച് ആളുകൾ മാം പറഞ്ഞ പോലെ ആ വ്യക്തിയെ എതിർക്കുന്നു. പക്ഷേ ഈ മരണം നടന്നതിന് ശേഷം ആ റേഷ്യോ മാറി. ഒരു അതെ. 80% ആളുടെ ഭാഗത്തും 20%. അതിനകത്ത് വേറൊരു സംഭവം അതേപോലെ കൂടെ ഉണ്ട്. ഈ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് മുമ്പ് നടന്ന ഇൻസിഡന്റുകളെയൊക്കെ അല്ലെ, അതായത് സത്യത്തിൽ നടന്ന അബ്യൂസിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടും ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം ഫാലസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ ന്യായ തർക്കവാദം, അങ്ങനെ എന്താണ് മലയാളത്തിൽ അതിന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇടുകയാണ്. അതായത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ എന്താണ് നമുക്ക് കണ്ണിന് കംപ്ലൈന്റ് ആണെന്ന് പറയണം. അതൊരു ജെനുവിൻ കമന്റ് ആണ്. കുറെ സമയം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ബ്ലൂ ലൈറ്റ് എഫക്റ്റ് കാരണം നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റേയാൾ പറയുന്നത്, അപ്പൊ നീ പറയുന്നത് നമുക്ക് ടെക്നോളജി ഒന്നും വേണ്ട, നമ്മളെ പഴയ കാലത്തിലേക്ക് മടങ്ങി പോകണമെന്നാണ്. ഇതിനെയാണ് നമ്മൾ ഫാലസി എന്ന് പറയാം. തർക്കം ജയിക്കാനായിട്ട് ഓക്കെ. ഒരാൾ പറഞ്ഞതിന്റെ നേരെ എക്സ്ട്രീം ആയിട്ട് മുട്ടാപ്പോക്ക് നേരെ മുട്ടാപ്പോക്ക് എക്സ്ട്രീം ആയിട്ട് പറയാന്ന് പറയും. പറയും. മുട്ടാപ്പോക്ക് പറയാം. അതായത് നമുക്ക് ഗ്രേ ഒള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തയുള്ളൂ. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അതിനകത്ത് ഗ്രേ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ വരാറില്ല. അപ്പം അവിടെയാണ് മാം ഈ പറഞ്ഞ കാര്യം വരുന്നത്. ഒന്നുകിൽ അയാളെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റ്. അതിനിടയിൽ ന്യായം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യില്ല. ആ ഡിസ്കഷൻ വന്നാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പക്ഷെ സോഷ്യൽ ആ മീഡിയ എപ്പോഴും ഡിസ്കഷൻ ആക്ച്വലി പോയിട്ട് സ്റ്റക്ക് ആവുക. ആ ഡിസ്കഷൻ ആക്ച്വലി ആർക്കും വരാനും പറ്റത്തില്ല. കാരണം ആ ഇല്ല. ഇൻസിഡന്റിൽ ഉണ്ടായിരുന്ന ആ രണ്ട് വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് അതെ ശരിക്കും അതെ നടന്നതെന്നുള്ളത്. അതെ അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസ് ആഡ് ചെയ്യും, നമ്മുടെ ഒരു പാർട്ടിയിലുള്ള വിശ്വാസം. ഇപ്പൊ ഇത് കണ്ടില്ലേ, എത്ര പേര് ഇതിനെ ഓൾറെഡി പൊളിറ്റൈസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ഇതിനെ പൊളിറ്റൈസ് ചെയ്യും, അതുകൊണ്ട് കുറെ പേര് അത് റിലീജനൈസ് ചെയ്യും. ചെയ്യുന്നുണ്ട്. കുറെ പേര് പറയും ആ ജില്ലക്കാരനായതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയത്, അല്ലെങ്കിലും അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്. അതെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഞങ്ങൾ ആരും പോകുന്നില്ല. എല്ലാവർക്കും തർക്കം ജയിക്കണം സോഷ്യൽ മീഡിയയിൽ. അതാണ് നമ്മുടെ ഭാഗം ശരിയാന്ന് സ്ഥാപിക്കണം. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല തോന്നുന്നു, പലരുടെയും ഉള്ളിലുള്ള ഒരു ചിന്താഗതിയാണ് അങ്ങനെ തന്നെ വേണം എന്നുള്ളത്. എന്താ പറയാ, ഞാൻ പിടിച്ച മുയലിന് 3 ചെവിന്നോ അങ്ങനെ എന്തൊക്കെ പറയത്തില്ലേ പണ്ട് പറയുന്ന പോലെ, അതായിരിക്കണം ഉദ്ദേശ്യം. അതിനകത്ത് വന്ന ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. മുമ്പ് നടന്ന കുറെ ഇൻസിഡൻസ് അവിടേക്ക് ഇതന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ മാം പറഞ്ഞ പോലെ അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. അവരൊന്നും ആക്ച്വലി അബ്യൂസ് ചെയ്തവരെ പോലും ന്യായീകരിക്കുക. അപ്പം ഇത് ആദ്യം അല്ല, സാർ പറഞ്ഞ മരണം പോലെ ഡിസ്കഷൻ 2 ദിവസം കഴിയുമ്പോൾ നിൽക്കും, അടുത്ത വിഷയത്തിലേക്ക് പോകും. അതെ. വീണ്ടും ഇതേ പ്രശ്നം വരും. ഇതേപോലെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യും, നമ്മൾ ഇതേപോലത്തെ കമന്റ് പറയും. അയാളെ ചിലപ്പം മരിക്കും, ചിലപ്പം മരിക്കൂല. സാറ് പറഞ്ഞത് തന്നെ, അവരവര് നന്നാവും, അത്രയേ ഉള്ളൂ. സാറ് പറഞ്ഞ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഫാലസി. അവരവർ നന്നാവുക എന്ന് മാത്രം നന്നാവുക, നമ്മൾ സ്വയം നമ്മൾ നമ്മളെ വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊരാളെ വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ വിശ്വാസം എടുക്കാനോ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമൂഹം. സ്വയം വിശ്വസിക്കുക. യെസ് റാണി മാം. അപ്പം ഈ അതിന് പറഞ്ഞ കഴിയില്ല കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. ഒരാളെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അയാളുടെ ഇല്ല. പറ്റുന്നവരുണ്ടാവും, പക്ഷെ അതിന് കുറച്ചൊരു സമയം എടുക്കും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നവര് ഒരു കമന്റ് ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനകത്തൊക്കെ കാണുന്നുള്ളൂ. നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറച്ചൊരു സമയം വേണമല്ലോ. ഒരാളെ മനസ്സിലാക്കാനും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിനുള്ള സമയമൊന്നും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ റൗസാറും അതുപോലെ തന്നെ റാണി മാം, അർച്ചന മാം എല്ലാവരും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതായത് ഞാനും ഇന്ന് ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക് എടുത്ത സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ എത്തിക്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ കാണും. അതിൻ്റെ ഓരോ പോയിന്റ് ഒക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ PPT ഒക്കെ വെച്ചിട്ട് പറയാം. പക്ഷെ അതല്ല, റിയൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് മുൻനിർത്തിയിട്ട് ഒരു ചർച്ച പോലാണ് ഇന്നത്തെ ഈ ഒരു സെഷൻസ് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത്. അതിന് കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം
നമ്മൾ റെലവൻ്റ് ആയിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് നമ്മൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിനകത്ത് ശരിതെറ്റുകൾ പങ്കുവെക്കുക, അതിനകത്തൂടെ എന്തെങ്കിലും ഒരു നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ആൾക്കാർ ഇന്ന് ഈ കൂടിയ ആൾക്കാർക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് ഉണ്ട് അല്ലേ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഉള്ളവരുണ്ട്. ഇതിനെ പോയി അവിടെ പോയിട്ട് ഇതിനെ കൂട്ടിയിട്ട് സംസാരിക്കാതെ പരസ്പരം സംസാരിക്കാനുള്ള ശരിതെറ്റുകളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക, മുന്നോട്ടുള്ള അവയർനെസ് കൊടുക്കുക. നമ്മൾ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അതിൻ്റെ ശരിതെറ്റുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ന് എനിക്കിവിടെ കുറേയേറെ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത അർച്ചന മാം, അതേപോലെ തന്നെ JK തോമസ് അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? വിളിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഫൗസിയ മാം, എല്ലാവരോടും റാണി മാം, അതുപോലെ തന്നെ പേരെടുത്ത് പറയാൻ അബ്ദുൾ റൗസാർ, അങ്ങനെ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സാറേ, സെഷൻ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് വായിച്ചതാണേ. ഓരോ ന്യൂസ് ആ തന്നെ അവര് ഓ നല്ലൊരു വിനയമുള്ള നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു ആ മരിച്ച ഉം, വ്യക്തി. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ആ താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. ഞാൻ ഇങ്ങനത്തേലൊന്നും പെടാത്ത ഒരാളാണല്ലോ, എനിക്കിത് ഇങ്ങനത്തെ ഒരു ചതി വന്നല്ലോ എന്ന് വിചാരിച്ച് ഒരു മരണപ്പെട്ടതാവാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ. അപ്പൊ അതെ അതില് അതെ തീർച്ചയായും. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തില്. ഇങ്ങനെ നമ്മൾ അവരെ കണ്ടെത്തി ഇമോഷണലി അവർക്കൊരു സ്റ്റെബിലിറ്റി കൊടുക്കാനുള്ള കാര്യങ്ങൾ എടുക്കുക. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടി, നാളെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാം, പറയാൻ പറ്റില്ല. അന്ന് രാവിലെ ബാഗും തൂക്കി ഡ്യൂട്ടിക്ക് പോയ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ടോ തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്തു തനിക്കൊരു വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നതെന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവരും വിചാരിച്ചില്ല, മറ്റവരും വിചാരിച്ചിട്ടില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും വിചാരിച്ചില്ല, നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ഏതൊരു നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരും. അപ്പം പരസ്പരം ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക, ആ ആളെ നമ്മൾ കണ്ടെത്തി വെക്കുക, എന്നിട്ട് നമ്മൾ മെന്റലി സ്ട്രോങ് ആകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഇന്ന് ഈ ഒരു സെഷൻ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. പോരാത്തതിന് നമ്മുടെ ഈ ഒരു ട്രെയിനർ സ്ട്രോക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന അർച്ചന മാമിനോടും, അതേപോലെ എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന നമ്മളുടെ വിമ്പിളുടെ സ്വന്തം ഫൈസൽ സാറിനോടും, മനോഹരമായ ഇൻട്രോ പറഞ്ഞ് എന്നെ ഇതിലേക്ക് ശ്രമിച്ച് ജേക്കബ് തോമസ് സാറിനോടും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ സാറ് മച്ച് പറഞ്ഞ അനസ് സർ. ഐ തിങ്ക് യെസ്, പറഞ്ഞോളൂ ജേക്കബ് സർ. അല്ല, സാർ ഇന്നലെ ഞങ്ങള് ഇൻട്രോ തരാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നിരുന്ന ഒരു വ്യക്തിയാണെന്ന് സംസാരിക്കണമെന്നൊക്കെ. അപ്പോഴാണ് ഇപ്പം മാം ഇന്നലെ പറഞ്ഞപ്പം അനസ് സാറാന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെ സംസാരിക്കാൻ ഇടയായത്. അതെ സാറ് പറയായിരുന്നു ഇതുപോലെ. മാമും പറഞ്ഞല്ലോ, ജസ്റ്റ് ആക്ച്വലി വരേണ്ട ആള് വന്നുമില്ല. ഇന്നത്തെ ഇൻട്രോ അതെ ലൈക്ക് ടോക്ക് വേറൊരാളായിരുന്നു. സാറ് ലാസ്റ്റ് മൊമെന്റിൽ എടുത്തതിന് ഒത്തിരി താങ്ക് യു. സാർ Yet വഴിയാട്ടോ, again നല്ലൊരു സാർ ടോപ്പിക്. വഴിയാണ് ഞാൻ ഈ ടോക്കിൽ എത്തുന്നത്. അനസ് സാർ സർ വഴിയാണ്. ത്രൂ. സാർ വഴിയാണ്. അതെ സാർ അതെ അതിന്റെ അതെ, സ്റ്റാറ്റസ് അനസ് സാർ കണ്ടു വഴി, അല്ലേ? അതെ. സ്റ്റാറ്റസ് കണ്ടു, സാറിനോട് അതിനെ പറ്റി ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞ് നല്ലതാണ്. അങ്ങനെ സാറ് വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചു നേരം ഫീഡ്ബാക്കും ചർച്ചകൾക്കൊക്കെ വേണ്ടി ഒഴിഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ സെഷൻ ഉടനീളം ചർച്ചയായത് കൊണ്ട് സെഷൻ അവസാനിച്ചതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സമയം കണ്ടെത്താനും ഇല്ല. അറൌണ്ട് 8. അപ്പോ ഇന്ന് അതിനെ മനോഹരമായി കൈകാര്യം ചെയ്ത അനസ് സാറിനും അതുപോലെ തന്നെ അതിന് ഇൻട്രോ പറഞ്ഞ ജേക്കബ് സാറിനും ഒരുപാട് നന്ദി. ഈ ഒരു വിഷയം ഇതിപ്പോ ഒരു റാൻഡമായിട്ട് ഇങ്ങനെ ഒരു വിഷയം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷയത്തിലുപരി നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും പുനർചിന്തനം നടത്തേണ്ട ഒരു ഏരിയ ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കണക്കാക്കേണ്ടത് ഈ ഒരു വിഷയം. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തികളെ അല്ല നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു ചർച്ചയാണ് ഓർക്കേണ്ടത്. നമ്മൾ എന്തും ഏതും റീൽസ് ഷെയർ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇടുന്ന കമന്റ്, നമ്മുടെ ഐഡിയിൽ നിന്ന് നമ്മൾ ഇടുന്ന കമന്റ് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ മക്കളടക്കം വായിക്കുന്നതാണ് ആ കമന്റ്. അപ്പൊ എല്ലാത്തിനും നമ്മൾ സമീപനം പാലിക്കണം. ചിലപ്പോൾ പ്രൊവോക്ഡായി നമുക്ക് പലതും പറയാൻ തോന്നുന്നുണ്ടാവും. പക്ഷെ സാർ പറഞ്ഞതുപോലെ 2 വട്ടം ചിന്തിച്ച് അതുകൊണ്ട് എനിക്കതിനുകൊണ്ട് ഒരു ആവശ്യമുണ്ടോ, അത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു ട്രെയിനറുമായി നമുക്ക് തേഴ്സ്ഡേ വീണ്ടും കാണാം. അന്നും ഇതുപോലെ എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.